എൻ്റെ പേര് തുളസീധരൻ. ഈ പേട്ട പള്ളിമുക്ക് ഭാഗത്തുള്ളതാണ്. കുറച്ച് കാലം കൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കണം. നേരത്തെ മുൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. കണ്ണിൻ്റെ കാഴ്ചയുടെ ബുദ്ധിമുട്ട് കൊണ്ട് അത് ഞാൻ ഒഴിവാക്കി. ഇപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചായത്തട്ട് പണിക്കാണ് പോണത്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം നേരത്തെ ഇവിടെ ഇല്ലാതെ ഇത് വന്നതിൽ ഈ സാധാരണക്കാരായ എന്നെപ്പോലെ ഉള്ളവർക്ക് ഏറ്റവും ഒരു നല്ലൊരു സംവിധാനമാണ് ഇവിടെ ഇത് ഉണ്ടാക്കി വച്ചേക്കുന്നത്. പെട്ടെന്ന് നമുക്ക് 24 മണിക്കൂർ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു സ്ഥാപനമാണ്. നമുക്ക് ഏത് സമയത്ത് വേണോ വന്ന് നമ്മൾ അത്യാവശ്യം ഒന്നിനും രണ്ടിനുള്ള കാര്യങ്ങൾ ഇവിടെ ക്ലിയറാണ്. തയ്യാറാക്കാനുള്ള ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചാൽ ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും ഈ വണ്ടിയിൽ വരുന്നവർക്കും ട്രെയിനിൽ നിന്ന് വരുന്നവർക്കും വഴിയാത്രക്കാർക്ക് അത്യാവശ്യമായിട്ട് ഒന്നും രണ്ടിനും പോകാൻ ഏറ്റവും വലിയൊരു സംവിധാനം ഇത് ഉണ്ടാക്കിയത് ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും നല്ലതാണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ പേര് മോഹനൻ. ഇവിടുത്തെ ചുവട്ട് തൊഴിലാളിയാണ്. ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് ഇപ്പോൾ ഇത് വന്നത് വലിയ സഹായമാണ്. പ്രോട്ടസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും എല്ലാവർക്കും എപ്പോഴും പ്രവർത്തിക്കാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. 24 മണിക്കൂർ എപ്പോഴും ആവശ്യമുണ്ട്. ഇതൊരു നല്ലൊരു കാര്യമാണ് ഉണ്ടായത്. അത് വളരെ ഉപകാരം. ഇതിനെപ്പറ്റി നമ്മൾ ഇത്ര കാലം ഇവിടെ ഇല്ലായിരുന്നു. ഈ പാലാശുപത്രി, ഇത് ഈ പാർക്ക്, ഇതിനുശേഷം ഇത് ആദ്യമായിട്ട് ഇത് ഉണ്ടായതാണ്. ഇപ്പോൾ വന്നിട്ടിപ്പോൾ 2-3 ആഴ്ച ആയതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരമാണ്. അതിന് വളരെ ഉപകാരമാണ്. നമുക്ക് ഉപകാരപ്പെട്ട ഒരു ആഗ്രഹമാണ്. നമ്മൾ എല്ലാവരും ട്രെയിനിൽ വരണവർക്കും പോണവർക്കും എല്ലാവർക്കും ഒരു സഹായമാണ്. 5 മണിക്ക് ട്രെയിനിൽ വന്നാലും ചിലപ്പോൾ ഇതിനകത്ത് കയറി ആൾക്കാരൊക്കെ പോവുക എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം അവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്തതിന് ഇതിന് കോർപ്പറേഷന് ഒരു വളരെ ഉപകാരമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ശിവദാസൻ. ജോലി ഡ്രൈവിംഗ്, അംബാസഡർ ടാക്സി ഓട്ടിക്കുന്നു. ഈ ഒരു സ്ഥാപനം ഇവിടെ വന്ന പിന്നീട് ഞങ്ങൾക്കൊരു നേട്ടവും. ഇപ്പോൾ മൂത്രമൊഴിക്കാനോ വെളിക്കിറങ്ങാനോ പോകാൻ ഞങ്ങൾക്ക് 2 രൂപയിൽ കാര്യങ്ങൾ നടക്കും. ഇവിടെ കിടന്ന് ഓടണ്ട. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു നേട്ടമുണ്ട്. പിന്നെ ഞങ്ങളാൽ കഴിയുന്ന ഇവിടെ വരണവരുടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എത്ര പാതിക്ക് നമുക്ക് ഒരു ആവശ്യത്തിന് വന്നിരുന്നാലും ഇവിടെ റെഡിയാണ്. അങ്ങനെയും വരും. ഇപ്പം സ്ത്രീകളും അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ. ഇനി മുമ്പോട്ട് പോയാൽ മതി. എൻ്റെ പേര് റഫീഖാണ്. എനിക്ക് പേട്ട മാർക്കറ്റിൽ മീൻ കച്ചവടമാണ്. ഞാൻ ഇവിടെ കൂടെ വരും. ഞാൻ ഇതുപോലെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞത് എന്തെന്ന് അറിയാമോ, ഇതൊന്നും ഒരു ടോയ്ലറ്റാണ്. അപ്പോൾ ഉദ്ഘാടനം ആയില്ല. ഉദ്ഘാടനം ആയാൽ ഇവിടെ ഒരു ബട്ടൺ അടിച്ചിട്ട് ഒരു 2 രൂപ കാണിച്ചിട്ടാ അത് പ്രത്യേകിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉദ്ഘാടനം ആയെന്ന് പറഞ്ഞ് ഈ നോക്കിയപ്പോൾ പക്ഷേ വളരെ നാട്ടുകാർക്ക് ഒരു ഉപയോഗമുള്ള ഒരു സംവിധാനമായിരുന്നു. അത് ഞങ്ങൾക്ക് സന്തോഷമായി. പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ണീന്ന് ഒരാളുണ്ട്. അങ്ങനെയാണ് ടോയ്ലറ്റ് പിടിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് കക്കൂസിന് പോകണമെങ്കിൽ 5 രൂപ, മുദ്ര വിളിക്കാൻ പോകണമെങ്കിൽ 3 രൂപ വാങ്ങിക്കൊണ്ടിരുന്നു. ഇവിടെ ആകുമ്പോഴത്തേക്ക് 2 രൂപ നമ്മൾ ഇട്ടാണ്ടല്ലേ. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കൊച്ചു പിള്ളേർക്കും എല്ലാവർക്കും കൂടെ നല്ല ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക്. അത് വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക്. എൻ്റെ പേര് വിജയ്. ഞാനിവിടെ അമ്മച്ചി ഹോട്ടലിൽ, പേട്ട അമ്മച്ചി ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നതാണ്. 10-14 വർഷമായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ബാത്റൂം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നു. ഏതാണ്ട് 1-1.5 മാസത്തോളം വന്നിട്ട്. പക്ഷെ അതേ കണക്ക് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. എൻ്റെ ഹോട്ടലിൽ വരുന്ന ആൾക്കാരെയും ഞാൻ കഴിയുന്നത് ഇവിടെ പറഞ്ഞു വിടാറുണ്ട്. കാരണം ഇവിടുത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ വൃത്തിയും കാര്യങ്ങളും ഉണ്ട്. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് ഇത്. പിന്നെ അത് മാത്രമല്ലാതെ എങ്ങനെ നോക്കിയാൽ ഫാനുണ്ട്, പിന്നെ റേഡിയോ ഉണ്ട്, ടൈമിംഗ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ള ടോയ്ലറ്റ് മാതിരിയല്ല, വൃത്തി നല്ല എപ്പോഴും നമുക്ക് വൃത്തിയാണല്ലോ ആവശ്യം. അപ്പോൾ അത് ഇതിനകത്തുണ്ട്. അത് മാത്രം ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ ഒരു 4-5 തവണ ഉപയോഗിക്കുന്നുണ്ട് ഇത്. കാരണം രാവിലെ 6:30ക്കാണ് എൻ്റെ ഡ്യൂട്ടി ഇവിടെ. രാത്രി 10 മണി വരെ ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിനിടയ്ക്ക് രാവിലെ നമ്മൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം നമ്മൾ ഇപ്പോൾ അർജൻറ്റായിട്ട് ബാത്റൂമിൽ പോയെന്ന് വരില്ല. കാരണം പിന്നെയൊക്കെ നമ്മളിവിടെ വന്നതിന് ശേഷം, നമ്മുടെ സ്ഥാപനത്തിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ബാത്റൂം യൂസ് ചെയ്യുന്നത്. ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷം മാക്സിമം ഒരു 5 പ്രാവശ്യം, കുറഞ്ഞത് 4 പ്രാവശ്യമെങ്കിലും ഞാൻ ഇവിടെ വന്ന് യൂസ് ചെയ്യുന്നു.
അതുകൊണ്ട് എനിക്ക് പൈസ സേവാണ്. കാരണം ഇവിടെ എനിക്ക് യൂസ് ചെയ്യുന്ന 2 രൂപ പോകുന്നത്. കാരണം അവിടെയാണെങ്കിൽ എനിക്ക് 5 രൂപ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം 10 രൂപ പോകണമല്ലോ, മറ്റത് 20 രൂപ സേവാകും. എൻ്റെ പേര് ഷീല എന്നാണ്. ഞാൻ ഹോട്ടൽ അമ്മച്ചിയുടെ കടയിലാണ് ജോലി ചെയ്യുന്നത്. ഈ ബാത്റൂം വന്നതിന് ശേഷം നമ്മൾക്ക് വളരെ ഉപകാരമാണ്. ഒരു പ്രാവശ്യം പോവുകയും ചിലപ്പോൾ 5-6 പ്രാവശ്യം വരികയും ചെയ്യും. അപ്പോൾ 1-2 തവണ നമ്മളിവിടെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കടയിൽ ആളുകൾ വരണമെങ്കിൽ അവരെ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നുണ്ട്. ഈ ബാത്റൂം നമ്മൾക്ക് നിങ്ങൾ ചെയ്തു തന്നത് വളരെ ഉപകാരമാണ്. ഇനിയും പല ആളുകളെയും ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. കടയിൽ വരുന്ന ആളുകൾ ലേഡീസ് ആയിരുന്നാലും ജെൻസിനായിരുന്നാലും ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഞങ്ങൾക്ക് ഈ ബാത്റൂം കൊണ്ട് വളരെ ഉപകാരമുള്ളതാണ്. मेरा नाम अरमान, मैं अम्माची होटल में काम करता है। ये टॉयलेट आकर हम लोग को अच्छा सुविधा हो रहा है। तो स्टेशन में जो टॉयलेट है वहाँ पे 5 रुपये देना पड़ता है, यहाँ पे 2 रुपये में आप लोग आ सकते हैं। ये अच्छा है, आप लोग जरूर यहाँ पे आएगा। 5 रुपये नहीं देना होगा, 2 रुपये में काम हो जाएगा। हम ये टॉयलेट आकर हम लोग को बहुत मदद हो रहा है, तो आप सब यहाँ जरूर आएगा। वो जितना भी समय यहाँ पे रह सकते हैं, कोई बात नहीं। आपको मर्जी, आपको मर्जी से सब कुछ कर सकते हैं। तो सिर्फ 2 रुपये में यहाँ पे टॉयलेट में आपको काम हो जाएगा। आप जरूर आना, 24 घंटा ये खुला रहेगा, कोई परेशानी की कोई बात नहीं। आप लोग का आने के लिए गवर्नमेंट जो ये टॉयलेट कर दिया, गवर्नमेंट को धन्यवाद।